ഹായ് ജുവനക്കുട്ടി, ഇന്ന് എന്നാ ദിവസം? വായനാ ദിനം അല്ലേ? ഇന്ന് അമ്മ കുഞ്ഞിനൊരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. കഥയുടെ പേരാണ് പാമ്പും കൊക്കും. ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിൽ കുറേ കൊക്കുകൾ താമസിച്ചിരുന്നു. ആ മരത്തിന് താഴെയുള്ള പൊത്തിൽ ഒരു പാമ്പും താമസിച്ചിരുന്നു. എന്താ താമസിച്ചിരുന്നേ? ഒരു പാമ്പും താമസിച്ചിരുന്നു. കൊക്കുകൾ കൂട്ടിലില്ലാത്ത നേരത്ത് ഈ പാമ്പ് കൊക്കിൻ്റെ മുട്ടകൾ വന്ന് തിന്നും. പാമ്പ് എന്നാ ചെയ്യും? കൊക്കിൻ്റെ കൂട്ടി കയറി മുട്ടകളെല്ലാം തിന്നും കേട്ടോ. അപ്പോൾ ഈ കൊക്കുകൾ എന്നാ ചെയ്ത്? ഈ കൊക്കുകൾ ഒരു കാര്യം തീരുമാനിച്ചു. ഈ പാമ്പിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ കൊക്കുകൾ തീരുമാനിച്ചു. അവർക്കൊരു കൂട്ടുകാരനുണ്ട് ഈ കൊക്കുകൾക്ക്. ആ ഞണ്ടിൻ്റെ അടുത്ത് നിന്ന് ഈ കൊക്കുകൾ കാര്യം പറയും അല്ലേ? അപ്പോൾ ആ ഞണ്ട് ഒരു സൂത്രം ഈ കൊക്കിന് പറഞ്ഞു കൊടുക്കും. ആ കൊക്കുകൾ താമസിക്കുന്ന മരത്തിന് കുറച്ച് മാറിയുള്ള ഒരു മരത്തിൽ ഒരു മാളത്തിൽ ഒരു കീരി താമസിച്ചിരുന്നു. എന്താ താമസിച്ചിരുന്നത്? കീരി താമസിച്ചു. കൊച്ചിനറിയാവോ കീരിയെ? കീരി താമസിച്ചിരുന്നു. ആ കൊക്ക് എന്നാ ചെയ്ത്? ആ കീരിയുടെ മാളത്തിൻ്റെ മുന്നിൽ നിന്നും മീൻ പിടിച്ച് കീരിയുടെ മാളത്തിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങി ആരുടെ മാളത്തിൻ്റെ മുമ്പിൽ വരെ കൊണ്ടിട്ടു? പാമ്പിൻ്റെ മാളത്തിൻ്റെ മുന്നിൽ വരെ കൊണ്ട് മീനിട്ട്. അപ്പം മീനിൻ്റെ മണം കേട്ടപ്പോൾ കീരി പുറത്ത് വന്നു മാളത്തിന്. അപ്പം കീരി പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇഷ്ടം പോലെ മീൻ കിടക്കുന്നു. കീരിക്ക് സന്തോഷമായി. കീരി മീൻ തിന്നാൻ തുടങ്ങി. തിന്ന് അത് ആരുടെ മാളത്തിൻ്റെ മുമ്പിൽ വരും? ആരുടെ മാളത്തിൻ്റെ മുമ്പിൽ വരും? പാമ്പിൻ്റെ മാളത്തിൻ്റെ മുമ്പിൽ വരും. അങ്ങനെ പാമ്പിൻ്റെ മാളത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ കീരിയെ കണ്ടപ്പോൾ പാമ്പ് എന്നാ ചെയ്തു? മാളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നു. മാളത്തിൽ നിന്ന് പുറത്തോട്ട്. കീരിയും പാമ്പും ശത്രുക്കളല്ലേ? കീരി എന്നാ ചെയ്തു? പാമ്പിൻ്റെ കഥ കഴിച്ച്. അങ്ങനെ കൊക്കുകൾക്ക് എന്ത് ആശ്വാസമായി അല്ലേ? കൊക്കുകൾ രക്ഷപ്പെട്ടില്ലേ കേട്ടോ.